റിട്ടയർമെന്റ് ജീവിതമുണ്ടല്ലോ, മനുഷ്യന്റെ ജീവൻ കൂടെ പുല്ലും. രാവിലെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുന്നു, പത്രം വായിക്കുന്നു, TV കാണുന്നു, ഇന്നും ചായ കുടിക്കുന്നു. ജീവിതം എന്താണ് രാഘവ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ബാല ഈ ജീവിതമുണ്ടോ? എന്ത് പറ്റിയോ? രാവിലെ എഴുന്നേൽക്കുന്നു, പത്രം വായിക്കുന്നു, ചായ കുടിക്കുന്നു. നിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. എനിക്കാണെങ്കിൽ കടയിലെ പറ്റ് കാശ് ഇതുവരെ എഴുതി തീർന്നിട്ടില്ല. 50 കഴിഞ്ഞാൽ ജീവിതം മടുത്തോന്ന് വിചാരിക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണോടോ. എന്താണോ രണ്ട് കളവന്മാരും പ്രായത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ഒന്നുമില്ലല്ലേ, ജീവിതം മടുക്കുന്ന ഒരു തോന്നൽ. ജോസഫ് നല്ല സന്തോഷത്തിലാണല്ലോ. ചെറുക്കം വിളിച്ചടോ, ദുബായിൽ നിന്ന് ഒരു പുതിയ ഫോൺ അയച്ചു തരാൻ വന്നു. പുതിയ മോഡൽ ഐഫോൺ. അതിന്റെ ക്യാമറയൊക്കെ സൂപ്പറാ. നിനക്കിത് കിട്ടിയിട്ട് എന്താ കാര്യം? വെറുതെ കുത്തി ഫോൺ ചെയ്യാനും വാട്സപ്പിൽ കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാനല്ലേ പറ്റുള്ളൂ. അതാണ് നിനക്ക് തെറ്റിയത്. പാല, നമുക്ക് 3 പേർക്കും കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ? യൂട്യൂബ് ചാനലോ? ഈ 50-ആം വയസ്സില് നാട്ടുകാരെ കൊണ്ട് പറയുക, വേറെ ജോലിയില്ലേ? നമ്മൾ സ്വയം വയസ്സായെന്ന് വിചാരിക്കരുത്. 60, 70 വയസ്സായ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഇവിടെ തകർക്കുകയാണ്. യാത്ര, പാചകം, തമാശ, എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ ഉള്ള കലാകാരനെ പുറത്തെടുക്കാൻ പ്രായം ഒരു തടസ്സമാണ്. ജോസഫ് പറഞ്ഞത് കറക്റ്റാണ്. 80 വയസ്സ് വരെയാണ് രാജ്യം ഭരിക്കുന്നത് അല്ലേ? 70 വയസ്സുകാരാണ് സൂപ്പർ സ്റ്റാർ. പിന്നെ നമുക്ക് എന്തുണ്ടായിക്കൂടാ? എന്റെ കയ്യിൽ ഒരു കഥയുണ്ട്, നമുക്ക് സിനിമ പിടിച്ചാലോ? തന്റെ കയ്യിരിക്കുന്ന ഫോൺ വെച്ചിട്ട്. സിനിമയോ? അതിന് കാശും ക്യാമറയൊക്കെ വേണ്ടേ? അതിന് കാശൊന്നും വേണ്ട. നമ്മുടെ ആ ഫോൺ, ഈ വായനശാല, നമ്മുടെ ഈ മനോഹരമായ നാട്, അഭിനയിക്കാൻ നമ്മൾ 3 പേർ. ബാലൻ കഥ എഴുതട്ടെ, നീ പ്രധാന വേഷം ചെയ്, ക്യാമറ ഞാൻ കൈകാര്യം ചെയ്യാം. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, എന്നെ വിട്. നിന്നെ വിടാനോ? നീ പണ്ട് കോളേജ് നാടകത്തിലെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നല്ലോ. നിന്റെ ഉള്ളിലുള്ള കലാപ്രതിഭയെ പുറത്തെടുക്കാവാ, നമുക്ക് കാണിച്ചു കൊടുക്കുന്നു. അൻപ എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ അവസാനമല്ല, സെക്കൻഡ് ഇന്നിംഗ്സിന്റെ തുടക്കമാണ്. എന്നാ പിന്നെ ഒരു കൈ നോക്കാം അല്ലേ? ഒരു കൈയല്ല, നമ്മൾ 6 കൈകൾ ചേർന്ന് ഒരു തുടക്കമിടുന്നു, ഒരു സെക്കൻഡ് ഇന്നിംഗ്സ്. ബാലൻ കഥ പറയുകയാണ്. മനസ്സിൽ ഫ്രെയിമുകൾ ഒരുക്കി ജോസഫും തയ്യാറെടുക്കുന്നു. നവരസങ്ങളെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് രാഘവനും ഒപ്പം കൂടുകയാണ്. 50കളുടെ ജീവിതമടുപ്പിൽ നിന്ന് ആഘോഷങ്ങളുടെ ഒരു സെക്കൻഡ് ഇന്നിംഗ്സ് ഇവിടെ ആരംഭിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം. നന്ദി.